എൻ്റെ പേര് സ്റ്റെഫി. ഞാൻ ആർളത്തുനിന്ന് വരുന്നു. ഞാൻ സൗദി നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം നോർമലായിരുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് ഇങ്ങനെ ജൂലൈ മാസം 28-ാം തീയതി ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ എനിക്ക് വൈകുന്നേരമായിരുന്നു, കുറച്ച് ബാക്ക് പെയിന് അങ്ങനെ ഒരു ഇറിറ്റേഷൻ വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഡ്യൂട്ടി 7:30 വരെ ചെയ്തു. എനിക്ക് ഒട്ടും പറ്റാതായി വന്നപ്പോൾ ഞാൻ അവിടെ തന്നെ എന്നെ കാണിക്കുന്നിടത്ത് എമർജൻസി പോയി. അപ്പോൾ അവർ പറഞ്ഞു UTI കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വെള്ളം കുടിക്കുക, 3 ദിവസം റെസ്റ്റ് എടുക്കുമെന്നും പറഞ്ഞ് എന്നെ തിരിച്ചു വിടാൻ നോക്കി. ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വാഷ്റൂമിൽ പോയി. അപ്പോൾ എനിക്ക് ബ്ലീഡിങ് സ്റ്റാർട്ടായി. 7 മാസം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ, 28 വീക്സ്. അപ്പോൾ ഞാൻ ടെൻഷനായി പോയി, എല്ലാം ഭയങ്കര പെട്ടെന്നായി. എന്നെ അവർ ഒബ്സർവേഷൻ നിർത്തി. ബ്ലീഡിങ് കൂടിക്കൊണ്ടിരിക്കുക, പെയിനും വന്നു, ഓൺ ആൻഡ് ഓഫ് പെയിനും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, വീട്ടുകാരും ഇല്ല, ആരുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ബ്ലീഡിങ് കൂടുവാണെങ്കിൽ നമുക്ക് സ്കാനിങ്ങിൽ കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് ഹാർട്ട് ബീറ്റൊക്കെ നോർമലാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, മാതാവേ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഇവിടുന്ന് എൻ്റെ വീട്ടിലെത്തുന്നവരെ എനിക്കൊരു കുഴപ്പം ഉണ്ടാവരുതേന്ന്. കാരണം അടുത്ത മാസം എനിക്ക് ലീവിനുള്ള ഞാൻ പ്രോസസ്സ് ചെയ്യുക, നാട്ടിൽ മറ്റേണിറ്റി ലീവിന് വരാൻ. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ ഇങ്ങനെ ഒബ്സർവേഷനിൽ കിടക്കുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ബ്ലീഡിങ്ങിന് ഒരു കുറവുമില്ല, പെയിനും കുറവില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, 2 സെൻറ്റിമീറ്റർ ഡൈലേറ്റ് ആയി, അബ്രപ്ഷ്യോ പ്ലാസിന എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ്, പ്ലാസിൻ്റെ വിട്ടു പോകുന്നേ. ഇത് എമർജൻസി സിസേറിയൻ എടുക്കണം, ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അമ്മയോ ഒന്നെങ്കിൽ കൊച്ചോ അങ്ങനെ എന്തെങ്കിലും ആയി കോംപ്ലിക്കേഷൻ ആവുമെന്ന് പറഞ്ഞു. അപ്പം കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല, നിൻ്റെ യൂട്രസ് ഭയങ്കര സ്മോളാണ്, കുഞ്ഞും വെയിറ്റ് ഇല്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനാണെങ്കിൽ ഒറ്റപ്പെട്ടു പോയ പോലെ കരഞ്ഞ് ആ ഹോസ്പിറ്റൽ വരാന്ത എല്ലാം ഞാൻ കരയും. എൻ്റെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. വീട്ടുകാരും എല്ലാവരും ഉണ്ട്, ആരും ഇല്ലാതായ പോയ ഒരവസ്ഥ. എന്ത് ചെയ്യണം? ഇത് ഫസ്റ്റ് ഡെലിവറിയാണ് എൻ്റെ. അപ്പോൾ എനിക്ക് സഹായത്തിനായി ഒത്തിരി എൻ്റെ കൂട്ടുകാർ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഫ്രണ്ട്സ് വരെ എനിക്ക് ഓടി വന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു, എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്തു തന്നു. എന്നെ അവർ സിസേറിയൻ എടുത്തു രാത്രി 12 മണിക്ക്, രാത്രി 12 മണിക്ക്. അപ്പം എനിക്ക് എൻ്റെ റിലേ വിട്ടുപോയൊരവസ്ഥയായിരുന്നു. അങ്ങനെ അവരെന്നെ സിസേറിയൻ എടുത്തു. ഈ മുറിക്കുമ്പോഴൊക്കെ ഞാൻ ഈശോയെ ഇത് എന്തോ, എനിക്ക് ഇവിടുന്ന് ഈ വയറും കൊണ്ടൊന്നും ഓടിപ്പോകാൻ പോലും പറ്റാത്ത അവസ്ഥയായല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. ഞാൻ ഈ പ്രാർത്ഥിച്ചതും ഞാൻ ഈ ചെയ്തതെല്ലാം വെറുതെ ആയി, നീ ഇല്ലേ എന്നൊക്കെ ചിന്തിച്ച ഒരവസരത്തിൽ എനിക്കങ്ങ് എൻ്റെ ജീവിതം ഇതോടെ തീരുമോന്ന്, ഞാൻ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടന്ന് ഞാൻ മരിച്ചു പോകുമെന്ന് വരെ തിരിച്ചു പോയി. ഞാൻ ഇനി പ്രാർത്ഥിക്കൂല, ഈശോയെ നീ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങനെ എന്നെ അവർ ഓപ്പറേഷൻ ചെയ്തു. കുഞ്ഞിനെ NICUലോട്ട് മാറ്റി. ഞാൻ വെളുപ്പിനെ എനിക്ക് അനസ്തേഷ്യ ഇച്ചിരി കൂടുതൽ തന്നു, കാരണം ഇതാവുന്നില്ലായിരുന്നു. എന്നിട്ട് റൂമിലേക്ക് മാറ്റിയപ്പം എനിക്കൊരു ബോധവും, ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു, എനിക്ക് കുഞ്ഞുണ്ടായിരുന്നുള്ള ഒരു ബോധവും ഇല്ല. ഞാൻ ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുമ്പം ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, കുഞ്ഞ് നമ്മൾ പ്രതീക്ഷയിലുണ്ട്, കുഞ്ഞിന് 1 കിലോയ്ക്കും മിച്ചം ഉണ്ടായിരുന്നു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. എടുത്തപ്പോഴേ അവൾ കരഞ്ഞു, അവളെ NICUയിൽ ഒബ്സർവേഷന് വെച്ചേക്കുക, ഒന്നും പേടിക്കണ്ട, പെൺകുട്ടിയായതുകൊണ്ട് വേഗം കയറി വരും, നീ ധൈര്യമായിട്ടിരിക്കുന്ന നിന്റെ ധൈര്യമാണ്. പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഇതായതുകൊണ്ട് എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇന്ന് ജീവിതത്തിൽ ഈ നടന്ന സംഭവങ്ങളൊന്നും. എന്നിട്ട് അങ്ങനെ അവിടെ സൗദിയിൽ തന്നെ അവിടെ NICU കുഞ്ഞിനെ വെച്ചു, എന്നെ അവിടെ അഡ്മിറ്റാക്കി, എനിക്ക് ഉള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. എന്നെ നോക്കാൻ എൻ്റെ ഫ്രണ്ട്സാണ്. ഓരോ ദിവസവും എവിടെ നിന്നും അറിഞ്ഞുകൂടാ, എനിക്ക് ഫുഡും കാര്യങ്ങളും എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന എൻ്റെ ഫ്രണ്ട്സ്, അവരെ എനിക്ക് മറക്കാൻ പറ്റൂല. കാരണം മാതാവ് കൂടെ വന്ന പോലെയാണ്. അങ്ങനെ കർത്താവ് എല്ലാ കാര്യങ്ങളും നടത്തി ഇപ്പോൾ നാട്ടിൽ വരാനും അല്ലേ? അതെ, 45 ദിവസം ഇവിടെ കുഞ്ഞിനെ NICU വെച്ചു. കുഞ്ഞിന് വെയിറ്റ് കൂടുന്നില്ല, കുഞ്ഞിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല, എൻ്റെ പേപ്പർ വർക്കുകൾ ഡിലേ ആവുന്നു, കുഞ്ഞിന് പാസ്പോർട്ട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 7 ദിവസം ഒരു പ്രാർത്ഥന പോലും ചൊല്ലാതെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ മർദ്ദലിച്ചു തന്നു. എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനെ ഒരു വിധി തന്നത്? തരാനായിരുന്നെങ്കിൽ നന്നായിട്ട് തന്നൂടായിരുന്നോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ അവസാനം 45-ാമത്തെ ദിവസം കുഞ്ഞിനെ ഡിസ്ചാർജ് അവർ തരൂല, നമ്മൾ ഡാമ ചെയ്തു പോകണമെന്ന് പറഞ്ഞു.
കുഞ്ഞായതുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഡാമ വാങ്ങാം, ഞങ്ങൾക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്ന്. അങ്ങനെ ഇരിക്കെ ഡാമ ചോദിക്കാനിരിക്കുന്ന ഞാൻ അതിന് മുന്നേ അച്ഛന് മെസ്സേജ് അയച്ചു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡാമ വാങ്ങുന്നതിൻ്റെ അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുക, കുഞ്ഞിന് ഇന്ന് വെയിറ്റ് 1.6 ആയി, നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം, നിങ്ങൾ പേപ്പർ കൊണ്ട് വന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്തു. ഇവിടുന്ന് മമ്മി എന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സൗദിയിൽ പാസ്പോർട്ട് ഓഫീസിൽ പിറ്റേ ദിവസം തന്നെ ഓൺലൈനിൽ അപ്പോയിൻമെന്റ് കിട്ടി. എമർജൻസി ആയി കുഞ്ഞിന് അന്ന് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് തന്നെ എനിക്ക് ആദ്യത്തെ പാസ്പോർട്ട് അടിച്ചു തന്നത് എൻ്റെ കയ്യിലോട്ട് തന്നെയാണ്. രാവിലെ 10 മണിക്ക്. അങ്ങനെ പിറ്റേ ദിവസത്തെ ഫ്ലൈറ്റിനും ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഫ്ലൈറ്റിന് കുഞ്ഞിനും ഹസ്ബൻഡിനും ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി. എൻ്റെ വിസ മാത്രം വരുന്നില്ല. 7 മണിയായി, 9 മണിക്കാണ് ഫ്ലൈറ്റ്. 7 മണിയായി, 7 മണി വരെ എൻ്റെ വിസ അടിച്ചു വന്നില്ല. അവസാനം ഞാൻ എല്ലാം വീട്ടിൽ വിളിച്ചു. ഇവർ കൊച്ചിയിലേക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇവർ ഇവിടുന്ന് രാത്രി വരണ്ട, ഞാൻ വരില്ല ഇന്ന് വിളിച്ചു പറഞ്ഞ് അങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്തോണ്ടിരുന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ മാതാവ് അത്ഭുതപ്പെട്ട് ഇടപെട്ട എൻ്റെ വിസ തടസ്സം നീക്കി എന്നോട് പറഞ്ഞു വിസ അപ്ലൈ ആയിട്ടുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് വരുമെന്ന് പറഞ്ഞു. ആ വിസയും വന്ന് ഞാൻ അന്ന് 9 മണിക്ക് ഞാൻ ഇറങ്ങാനിരുന്നു. അതേ ഫ്ലൈറ്റിന് ക്യാൻസലാക്കിയതെല്ലാം വീണ്ടും അപ്ലൈ ചെയ്ത് വീണ്ടും തിരിച്ചു വരാനും ഇവിടെ വരാനും എനിക്ക് അനുഗ്രഹം തന്നു. ഇന്ന് വന്ന് 45 ദിവസമായി. കൈയടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ഇരുൾ വീണ മുളങ്ങോട് വന്നു. മരണത്തിന്റെ എന്താണ് അതുപോലെ തന്നെ കുഞ്ഞിന് ബ്രെയിനിൽ ഒരു ബ്ലീഡിംഗ് ഉണ്ടായിരുന്നത് കൂടെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിൽ നിന്ന്, അതായത് കുഞ്ഞ് അല്ലെങ്കിൽ അമ്മ, കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അമ്മ മരിച്ചു പോകും എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സിറ്റുവേഷനിൽ നിന്ന് കർത്താവ് എല്ലാ മേഖലകളിലും എല്ലാം ക്ലിയർ ചെയ്ത് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു. ഈശോയെ, അങ്ങയുടെ കരുണ നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമുക്ക് പടമത്ഭുതങ്ങളും വിളിക്കാം. ഈശോയേ, ഈശോയേ. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.